ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ മാലാഖയെ പോലെ രസിക്കാനും കളിക്കാനും വന്നിരിക്കുന്നത് ഊരകം സെന്റ് ജോസഫ് ചർച്ചിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണ്. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്നാ ഈശോയുടെ ഒപ്പം കളിച്ചാലോ? കളിക്കാം. അടിച്ചു പൊളിച്ചാലോ? അടിച്ചു പൊളിക്കാം. നിങ്ങൾ നോക്കിയേ, സ്വർഗത്തിലെ മാലാഖമാര് ഈശോടൊപ്പം എത്ര ചിരിച്ചും കളിച്ചും അടിച്ചു പൊളിക്കുന്നത്. അപ്പൊ നമുക്കും ഈ സ്വർഗത്തില് ഈശോടൊപ്പം അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാം. ആർ യു റെഡി? യെസ്. അപ്പോ ഈ സ്വർഗത്തിലെ രസക്കാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ ചങ്ക് കൂട്ടുകാരെ, നിങ്ങളും ഞങ്ങളോടൊപ്പം ഈ രസക്കാഴ്ചയിൽ പങ്കുചേരുക. മാലാകക്കൂട്ടം.com ആദ്യ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി പാടാം എന്നാണ് ഈ സെഗ്മെന്റ്. എന്താണ് സെഗ്മെന്റ്? ഈശോയ്ക്ക് സ്തുതി പാടാം. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വചനം വായിക്കും. സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്ത് ചെയ്യാം? കർത്താവിൽ ആനന്ദിക്കുക. അപ്പോ ആനന്ദിക്കാൻ പോവാണ്. ആർ യു റെഡി? അപ്പോ ആദ്യം നമ്മളൊരു പാട്ട് പഠിക്കാൻ പോവാണ്. ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയുടെ സ്നേഹത്തിന് അതിരില്ല. എന്തില്ല? അതിരില്ലാതെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഈശോപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടാണ് ചേട്ടായി പഠിപ്പിക്കാൻ പോകുന്നത്. പഠിക്കാം. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹര നീ സ്നേഹം. പഠിക്കേ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹര നീ സ്നേഹം. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസിച്ചിടും. പഠിക്കേ. ഞാനും നീയും നല്ല എനർജിയിൽ പഠിക്കേ. എനർജിയിൽ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹര നീ സ്നേഹം. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസിച്ചിടും. തന്തനാന താന താനാന തന്തനാന താന താനാന. പഠിക്കേ. എല്ലാവരും കിട്ടിയോ പാട്ട്? സിമ്പിള് പാട്ടാണ്, കൊച്ചു പാട്ടാണ്. ഇതൊക്കെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ഈശോടൊപ്പം കളിക്കാൻ, മാലാഖയെ പോലെ രസിക്കാൻ ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പോവാണ്. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹരം നീ സ്നേഹം. ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹരം, എത്ര മനോഹരം ഈ സ്നേഹം. ഒന്നുകൂടെ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, ഈ സ്നേഹം. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസിച്ച്. ഞാനും നീ സ്നേഹിച്ചാൽ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇങ്ങനെ സ്നേഹിക്കണം. കൂട്ടുകാരൊക്കെ കൈമ പിടിച്ച് കോർത്ത് അല്ലേ കളിക്കാറില്ല? അതേപോലെ ഒന്നുകൂടെ ചെയ്തേ. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസിച്ച്. തന്തനാന പാടുമ്പോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാ. നോക്കിയേ. തന്തനാന താന താനാന തന്തനാന താന താനാന. ചെയ്തേ. തന്തനാന താന. റെഡി? താനാ. അന്ന് നമുക്ക് ഈശോടൊപ്പം കളിച്ചാലോ? ആക്ഷൻ പഠിച്ചോ? പാട്ട് പഠിച്ചോ? എന്നാ പിന്നെ വേഗം ചാടി എഴുന്നേറ്റ് കൈയടിച്ചോ? എന്നാണെങ്കിൽ കൈയടിച്ചേ ഭംഗിയായിട്ട് പുഞ്ചിരിയോടെ. ആഹാ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹരം നീ. ചോദിച്ചേ.
ദൈവത്തിൻ സ്നേഹം നീ ചോദിക്കെല്ലാവരും എത്ര മനോഹരം. ഒന്നുകൂടെ ചോദിച്ചേ. ദൈവത്തിൻ സ്നേഹം നീ അറിഞ്ഞോ, എത്ര മനോഹരം. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസി. കൈയൊക്കെ കോർത്ത് പിടിച്ചേ. ഞാനും നീയും സ്നേഹിച്ച ദൈവം നമ്മിൽ വസി. തന്തനാന തന്തനാന താന താനാന തന്തനാന താന താ. കളിച്ചെല്ലാവരും. തന്തനാന താന താനാന തന്തനാന താന. ദൈവത്തിൽ സ്നേഹം നീ അറിഞ്ഞോ, ദൈവത്തിൽ സ്നേഹം. നന്നായിട്ട് ചോദിക്കേ. എത്ര മനോഹരം. ഒരിക്കൽ കൂടി. ദൈവത്തിൽ സ്നേഹം. ആഹാ, എത്ര മനോഹരം. ഞാനും നീ സ്നേഹിച്ചാൽ, ഞാനും നീയും സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസി. ഒന്ന് സ്നേഹിച്ചേ. ഞാനും നീ സ്നേഹിച്ചാൽ ദൈവം ഒന്നിച്ച്. തന്തനാന തന്തനാന താനാന താനാന തന്തനാന താന. സ്പീഡ് ചെയ്തേ. സ്പീഡ്. തന്തനാന. കമോ. തന്തനാന താന താനാന തന്തനാന. ഒന്നുകൂടെ സ്പീഡ് ചെയ്തേ. ഒന്നുകൂടെ. കമോ. തന്തനാന താന. നല്ലൊരു ഗൈഡ്. സൂപ്പർ. ഇരിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ മാലാഖ കൂട്ടത്തിലെ അടുത്ത സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാൻ നമ്മൾ റെഡിയാണോ? അല്ലേ? എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക? വിശക്കുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കുക, അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ കഴിക്കുമോ? ഒരു ദിവസത്തില് നോർമലായിട്ട് അല്ലേ ഒരു 3-4 ടൈമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. പ്രഭാത ഭക്ഷണം കഴിക്കും, ഉച്ച ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചേക്കാം. ഇനി 4 മണിക്കൊരു കാപ്പി കുടിക്കും, ഇനി വൈകിട്ട് ഡിന്നർ കഴിക്കും. ഇങ്ങനെ ഒരു ടൈമിംഗ് ഉണ്ട് അല്ലേ? അല്ലാണ്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. വിശക്കുന്ന ടൈമിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. എന്നതുപോലെ നമ്മുടെ ആത്മാവിനും എന്തുണ്ട്? വിശപ്പുണ്ട്. വെരി ഗുഡ്. നമ്മുടെ ആത്മാവിന് എന്തുണ്ട്? വിശപ്പുണ്ട്. ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം. അതിന് കുർബാന വേണം, കുദാശ വേണം, വചനം ഭക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് വചനം വായിക്കണം, കാണാതെ പഠിക്കണം, വചനം പറയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നന്മ ചെയ്യണം, മാതാപിതാക്കൾ അനുസരിക്കണം. ഇതൊക്കെ ആത്മാവിന് ഇഷ്ടപ്പെടുന്ന ഫുഡാണ്. ആർ യു റെഡി? ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ചെയ്യാറുണ്ടോ? അപ്പൊ ഇന്ന് ഈ സെഗ്മെന്റിൽ നമുക്ക് ഭക്ഷിക്കാൻ തയ്യാറാകാം. ഇന്ന് നമ്മളോട് വചനം പങ്കുവെക്കുന്നത് കുട്ടികളുടെ ഇടയിലൊക്കെ 18-29 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന, ധ്യാന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ബ്രദർ ഇമ്മാനുവൽ ജയകുമാറാണ്. ഈ ഇമ്മാനുവൽ ജയകുമാർ ചേട്ടായിനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളൊരു ക്ലാപ്പ് പഠിപ്പിക്കും. ആ ക്ലാപ്പാണ് നമ്മൾ ക്ലാപ്പ് കൊടുത്തിട്ടാണ് ഈ ഇമ്മാനുവൽ ചേട്ടായിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ക്ലാപ്പ് നോക്കിയാൽ എന്ത് ക്ലാപ്പാണെന്ന് അറിയാമോ? ട്രെയിൻ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? ഉറക്ക പറ. ഏത് ക്ലാപ്പാണ്? അതെങ്ങനെയാന്ന് നോക്കിയേ. ചേട്ടാ ഇത് ഇങ്ങനെ കൈ ഇങ്ങനെ മൂവ് ചെയ്യും. 1 2. എൻ്റെ കൈ 2 ദിശയിലേക്ക് വരണനുസരിച്ച് നിങ്ങൾ ക്ലാപ്പ് ചെയ്യണം. ഞാൻ സ്പീഡ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ക്ലാപ്പിൻ്റെ സ്പീഡും കൂടണം. ഓക്കെ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ. ഒരു ദിശയിലേക്ക് 1 2 1 2 1 2 1 2 1 2 1 2 1. ആണോ? ഇപ്പൊ ട്രെയിനിന്റെ മൂവ്മെന്റ് പോലെ ആയില്ലേ? സ്പീഡ് കൂടി 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 വരുന്നു. പഠിച്ചോ? അപ്പൊ നമ്മള് വചനം ഭക്ഷിക്കാൻ സെഗ്മെന്റില് ഇമ്മാനുവൽ ചേട്ടായിനെ സ്വാഗതം ചെയ്യുമ്പോഴാണ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ട്രെയിൻ ക്ലാപ്പ് ഗോ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. യെസ്. കൂട്ടുകാരെ, സന്തോഷമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഈ കൈയടി പോരാ, നന്നായിട്ട് കൈയടിച്ചേ.
എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നമുക്കിരിക്കാം കേട്ടോ. നിങ്ങളിന്ന് പാട്ട് പഠിച്ചു അല്ലേ? എന്തിനെക്കുറിച്ചാണ് പാട്ട് പഠിച്ചത്? ദൈവസ്നേഹം. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പാട്ട് പഠിച്ചു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ആക്ഷൻ ചെയ്തു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ദൈവം നമ്മോട് പറയുകയാണ്, നമ്മെ എല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പേര് ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അറിയാമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ? നിങ്ങളുടെ പേര് ഈശോയ്ക്ക് അറിയാം. ചിലവരൊക്കെ പകുതിയെ കൈ ഉയർത്തുന്നുള്ളൂ. സംശയമാണ് ചേട്ടാ. അല്ല, അങ്ങനെയൊക്കെ ചിലർ അല്ലേ? ഓക്കെ, കൈകൾ താഴെ കേട്ടോ. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും പേര് ഈശോയ്ക്ക് അറിയാം. എല്ലാവരുടെയും പേര്. വചനം ഇങ്ങനെ പറയുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വചനം ഇതാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഏതാണ്? യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെ പറയുന്നത്, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിനക്ക് രൂപം നൽകുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. കണ്ടോ? നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ. ദൈവം പറയാ നീ. അപ്പൊ നമ്മളെല്ലാവരും ആരുടേതാണ്? ആരുടേതാണ്? ദൈവത്തിൻ്റെയാണ്. കണ്ടോ? എല്ലാവരെയും ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. എല്ലാവരുടെയും പേര് ദൈവത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ എല്ലാവരും വ്യക്തിപരമായിട്ട് ദൈവം സ്നേഹിക്കുന്നു. ചേട്ടൻ ഇത് മനസ്സിലായത്, ചേട്ടന് ബൈബിൾ വായിച്ച സമയത്ത് ദൈവം ഒരുപാട് പേരെ ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ബൈബിളിലാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ആരാ? ആദവും ഹവ്വയും അല്ലേ? ആദവും ഹവ്വയും തെറ്റ് ചെയ്തു, പാപം ചെയ്തു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തെ ധിക്കരിച്ചു. പക്ഷേ അവർ ദൈവത്തെ ധിക്കരിച്ചു കഴിഞ്ഞപ്പോൾ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൽ നിന്നും, ഏദൻ തോട്ടത്തിൽ നിന്നും ഒളിച്ചിരുന്നു. ഇപ്പോൾ ദൈവം വരിക. സാധാരണ ദൈവം വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി വരുന്നതാണ്. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒളിച്ചു. ഇപ്പോൾ ദൈവം എല്ലായിടത്തും അന്വേഷിക്കുക, കണ്ടെത്തിയില്ല. എന്നിട്ട് ദൈവം എങ്ങനെയാണ് വിളിക്കുന്നത്? ആദം, ആദം നീ എവിടെയാ? കണ്ടോ? പാപം ചെയ്ത സമയത്തും തെറ്റ് ചെയ്ത് അകന്നിരിക്കുന്ന സമയത്തും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. കണ്ടോ? അല്ല, ആദം പാപം ചെയ്തു, എടാ വൃത്തം കെട്ടവനെ, എടാ എവിടെ പോയിരിക്കുകയാടാ ഒന്നുമല്ല പറഞ്ഞത്. ആദം മോനെ നീ എവിടെയാ? കണ്ടോ? പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അബ്രഹാത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയാവോ? സാറായി അല്ലേ? വെരി ഗുഡ്. സാറയുടെ ദാസിയുടെ പേരെന്താണെന്നറിയാവോ? സാറയുടെ ദാസി കേട്ടോ? ഇസ്മായിലിൻ്റെ അമ്മ ഹാഗാർ. വെരി ഗുഡ്, അറിയാം അല്ലേ? നമുക്ക് നല്ലൊരു കൈ കൊടുത്തേ. സൂപ്പറാ കേട്ടോ. ഓക്കെ, കണ്ടോ? ഹാഗാർ ഇതുപോലെ തന്നെ ആദത്തിൻ്റെ ഭവനത്തിൽ നിന്നും സാറയുടെ വഴക്കടിച്ച് ഓടിപ്പോയി മരുഭൂമിയിൽ ഒരു വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ ദൈവത്തെ വിളിച്ച് കേഴുകയാണ്. മരിക്കാൻ വേണ്ടി പോയി ദൈവത്തെ വിളിച്ച് കേഴുക. ആ സമയത്ത് ഇതുപോലെ ഹാഗാറിൻ്റെ മുമ്പിൽ വന്ന് ദൈവം വിളിക്കുന്നുണ്ട്. എന്തായിരിക്കും വിളിച്ചത്? മക്കളെ, പേര്, അതായത് അഡ്രസ്സ് സഹിതം വിളിക്കുക. ഇങ്ങനെ വിളിക്കുന്നത്, സാറയുടെ ദാസിയായ ഹാഗാറേ നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? കണ്ടോ? ഒരു ദാസി പെണ്ണിന്റെ പോലും പേര് ആർക്കറിയാം? ഉറക്കെ പറ, ആർക്കറിയാം? ദൈവത്തിന് അറിയാം. കണ്ടോ? അഡ്രസ്സ് സഹിതം വിളിക്കുന്നത്, സാറായുടെ ദാസിയായ ഹാഗാറേ. കണ്ടോ? ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനുണ്ട്. ആരായിരുന്നു? സഖ്യവൂസ് അല്ലെ? ചുങ്കക്കാരനായിരുന്നു. ജനങ്ങളെല്ലാം വെറുത്തിരുന്നവനായിരുന്നു, എല്ലാവരും അകറ്റി നിർത്തുന്നവനാ. പക്ഷേ ഇതുപോലെ ഈശോയെ കാണാൻ വേണ്ടി ഒരാഗ്രഹം അവനുണ്ടായി. ആ ആഗ്രഹം കൊണ്ട് പൊക്കം കുറവായ കാരണം സാധാരണ ജനങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അവനെന്ത് ചെയ്തു? ഒരു മരത്തിൽ കയറി അല്ലേ? സിക്കമൂർ മരത്തിൽ കയറി. ആ മരത്തിൽ നിന്നുകൊണ്ട് ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ മരത്തിന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഈശോ നിന്നിട്ട് മേലോട്ട് നോക്കി, സഖ്യവൂസ് വേഗം ഇറങ്ങി വരിക. കണ്ടോ? ജനങ്ങളെല്ലാം വെറുത്തിരുന്നവനാണ്, എന്നിട്ട് പോലും ഈശോ പേര് ചൊല്ലി വിളിച്ച് താഴത്തേക്ക് ഇറക്കുക. പേര് ചൊല്ലി വിളിച്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവുക. മക്കളെ, ഞാനിത് പറയാൻ കാരണം ഇതുപോലെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എല്ലാവരെയും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. പേര് ചൊല്ലി വിളിച്ച്
ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേട്ട വചനത്തിൻ്റെ അവസാനം പറഞ്ഞില്ലേ, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മാലാഹ കുഞ്ഞുങ്ങളോടും ഈശോ പറയുകയാണ്, മോനെ നീ എൻ്റേതാണ്, മോളെ നീ എൻ്റേതാണ്. കണ്ടോ മക്കളെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കും, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ല, എൻ്റെ സങ്കടങ്ങൾ കാണാനായിട്ട്, എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ മക്കളെ, കുഞ്ഞെ നീ വാക്ക് ഓർക്കണം കേട്ടോ. മോനെ മോളെ നീ എൻ്റേതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മാറോട് ചേർക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 31-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എഫ്രായിം നീ എൻ്റെ വത്സലപുത്രനല്ലേ, നീ എൻ്റെ ഓമനക്കുട്ടൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം പേര് ചൊല്ലി വിളിക്കുക. ഇപ്പം എൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാ, എന്നെ ഇങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്, ഇമ്മാനുവേൽ നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും നിങ്ങളുടെ പേര് വീട്ടിൽ നിന്ന് ഈശോ വിളിക്കുന്നുണ്ട്. കണ്ടോ, മോളുടെ പേരെന്താണ്? സേറ. സേറായി ഈശോ വിളിക്കുന്നത്, സേറാ നീ എൻ്റെ വത്സലപുത്രിയല്ലേ. കണ്ടോ, ഇതുപോലെ എല്ലാവരെയും ദൈവം വിളിക്കുക. മക്കളെ ഓർക്കണം കേട്ടോ, നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കണ്ണുനീരുകളിലും നമ്മുടെ പരാജയങ്ങളും എല്ലാം ഇപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ചങ്കായിട്ടുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇത് മനസ്സിലാക്കി വേണം നമ്മളെല്ലാവരും ജീവിക്കാൻ കേട്ടോ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണ് കടക്കാം. ആ 2 കൈകളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. എൻ്റെ കുഞ്ഞെ, നിങ്ങൾ ഈശോയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുഖം ഒന്ന് മനസ്സിലാക്കണ്ടേ? ആ ഈശോ നിൻ്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുക, ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. ആ ഈശോ നിന്റെ കാതിൽ പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നീ വിലയുള്ളവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഈ ലോകത്ത് ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഞ്ഞെ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആമേൻ പറഞ്ഞേ, ആമേൻ. ഒന്ന് കണ്ണുകൾ തുറന്നേ. മക്കളെ ഓർക്കുക, ഈശോ നമ്മെ എല്ലാവരെയും ഈശോ നമ്മെ എല്ലാവരെയും നമ്മള് വചനം പഠിച്ചു. വചനം പഠിച്ചില്ലേ? വചനം പഠിച്ചു. ഇന്ന് ഈശോയ്ക്ക് നമ്മളെ കുറിച്ച് കരുതലുണ്ട്, പേര് ചൊല്ലി വിളിച്ചു, ഇതിനെ കുറിച്ചൊക്കെ കേട്ടില്ലേ? ഇനി അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാവുന്ന സെഗ്മെന്റ്. എന്താണ്? ഈ കൂട്ടായ്മയിൽ ഈ സ്വർഗത്തില് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരാണ് ഒരുങ്ങിയിരിക്കുന്നത്? ഒരുങ്ങി വന്നേക്കുന്ന ആൾക്കാരാരാ? മക്കളാണ്. വേഗം വായോ, ഒരു ക്ലാപ്പ് കൊടുത്തവർക്ക് നല്ലൊരു ശക്തിയില് നല്ല ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഗുഡ്. മോളുടെ പേരെന്താണ്? ലിസ്റ്റയാണ്. ഇന്ന് ഏത് വിശുദ്ധയെ കുറിച്ച് പറയുന്നത്? ഡൊമിനിക് സാവിയോ. ലിസ്റ്റ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ ലിസ്റ്റ ഡൊമിനിക് സാവിയെ കുറിച്ച് നമ്മളോട് പറയാണ്. നല്ല ശ്രദ്ധയോടെ എല്ലാവരും കേട്ടിരിക്കുക. ഓക്കെ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ചാണ്. 1842 ഏപ്രിൽ 2 വിശുദ്ധ ഡൊമിനിക് സാവിയോ ജനിക്കുന്നത്. കത്തോലിക്ക സഭ വിശുദ്ധരായ പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഈ ബാലനിൽ വിളങ്ങി നിന്ന അസാധാരണമായ നന്മയാണ് ഇതിനു കാരണമായത്. അദ്ദേഹത്തിന്റെ പിതാവ് ചാൾസ് സാവിയോയും ബ്രിജിറ്റ് സാവിയോയും സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു. ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും പറഞ്ഞു കൊടുത്തുകൊണ്ട് ബാല്യത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ 5 മണിയുടെ കുർബാനയ്ക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുമായിരുന്നു. വിശുദ്ധ ബലിക്ക് ശേഷവും ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷമേ വീട്ടിൽ വരികയുള്ളൂ. 3 കിലോമീറ്റർ ദൂരമുണ്ട് ഡൊമിനിക്കിന്റെ സ്കൂളിലേക്ക്. എന്നും തനിച്ചു പോകുന്നത് കണ്ടിട്ട് അല്പം പ്രായമുള്ള വ്യക്തി അവനോട് ചോദിച്ചു, ഇത്രയും ദൂരം തനിച്ചു പോകുവാൻ പേടിയില്ലേ എന്ന്. അതിന് ഡൊമിനിക് സാവിയോ പറഞ്ഞ മറുപടി ഇതായിരുന്നു, എൻ്റെ കാവൽ മാലാഖ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ പേടിക്കുന്നത് എന്തിന്? ആദ്യ കുർബാന സ്വീകരണ വേളയിൽ ഡൊമിനിക് 3 നിയമങ്ങൾ കുറിച്ചു വെച്ചു. അതിൽ ഒന്നാമത്തേത് ഇതായിരുന്നു, ഈശോയും പരിശുദ്ധ അമ്മയുമായിരിക്കും എൻ്റെ അടുത്ത കൂട്ടുകാർ, കൂടെ കൂടെ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യും എന്നതായിരുന്നു രണ്ടാമത്തേത്. പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു അടുത്തത്.
കളികളിൽ ഉത്സാഹപൂർവ്വം പങ്കെടുത്തിരുന്ന സാവിയോ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ചെറുപ്പം മുതൽ നേതൃപാഠവും പ്രകടമാക്കിയ തൻ്റെ കഴിവ് മറ്റു കുട്ടികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വിനിയോഗിച്ചു. ബാല്യത്തിലെ ഒരു സംഭവം ഇതിന് ഉദാഹരണമാണ്. 2 കുട്ടികൾ തമ്മിൽ വഴക്കടിക്കുകയായിരുന്നു. 2 പേരുടെയും കയ്യിൽ കല്ലുകളും ഉണ്ടായിരുന്നു. വളരെ അപകടകരമായ സന്ദർഭത്തിൽ ഡൊമിനിക് അവരുടെ ഇടയിലേക്ക് ചെന്നു. പോക്കറ്റിൽ നിന്നും ക്രൂശിതന്റെ രൂപം എടുത്തുയർത്തി പറഞ്ഞു, യേശു നിഷ്കളങ്കനായിരുന്നു. അവിടുന്ന് കുരിശിൽ മരിച്ചത് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടാണ്. ആരോടും പ്രതികാരം ചെയ്തില്ല. അതിനുശേഷം അവരിൽ ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ആ കല്ലുകൊണ്ട് ആദ്യം എന്നെ എറിയുക. ഞാൻ എന്തിനു നിന്റെ കല്ലെറിയണം? നീ എൻ്റെ അടുത്ത സുഹൃത്തല്ലേ? അടുത്ത ആളുടെ അടുത്ത് ആ ചോദ്യം ചോദിച്ചു. അവന്റെ ഉത്തരവും ഇതുതന്നെയായിരുന്നു. സാവിയോ 2 കൂട്ടുകാരോടും പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്നേക്കാൾ അധികമായി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്തിന്? 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഡോൺ ബോസ്കോയുടെ ഓറൻഡറിയിലേക്ക് അവൻ വരുന്നത്. വിശുദ്ധിയിൽ വളരാനുള്ള തന്റെ പരിശ്രമത്തെ ഡോൺ ബോസ്കോ പ്രോത്സാഹിപ്പിച്ചു. 1857 മാർച്ച് 9 തന്റെ 15ാമത്തെ വയസ്സിൽ മാരകമായ രോഗം പിടിപെട്ട് വിശുദ്ധ ഡൊമിനിക് സാവിയോ മരണമടഞ്ഞു. 1954 ജൂൺ 12-ാം തീയതി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നമുക്കും ഈ വിശുദ്ധന്റെ മാതൃക പിന്തുടരാം. നന്ദി. വളരെ മനോഹരമായി ലിസ്റ്റ നമ്മളോട് സംസാരിച്ചു. ഇനി ഈ വിശുദ്ധിയെ ആസ്പദമാക്കി ഒരു വചനം പറയാൻ പോവാണ്. മോളുടെ പേരെന്താ? റേച്ചൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് റേച്ചിൽ പറയുന്ന വചനം കേൾക്കാം കേട്ടോ. കൂട്ടുകാരെ, വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാൻ നിങ്ങളോടൊരു വചനം പറയാം. ജ്ഞാനം 9:10. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. താങ്ക് യു. അപ്പൊ ഇന്ന് ലിസ്റ്റയും റേച്ചിലുമാണ് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു, വചനം പങ്കുവെച്ചു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തവർക്ക് വരുന്നുണ്ടോ? ഈശോയുടെ കൂട്ടുകാരെ, അപ്പൊ വിശുദ്ധരെയൊക്കെ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ സ്വർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാലാഖയുടെ റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലാഖയുടെ റോൾ എന്താണ് ശരിക്കും? ഈശോയുടെ കൂടെ കളിച്ചും ചിരിച്ച ആരാധിക്കുക, സ്തുതിക്കുക. ഇതാണ് സ്വർഗത്തില്, വേറെ പണിയൊന്നുമില്ല അല്ലേ? അവിടെ സ്കൂളിൽ പോണോ? വേണ്ട അല്ലേ? കഞ്ഞിയും കറി വെക്കണോ? വേണ്ട. സ്വർഗത്തിൽ ഒരൊറ്റ പരിപാടിയാണ്. സദാസമയം ഒരേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മാലാഖമാര്. ഹല്ലേലൂയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിൽ ഒന്നുകൂടെ മാലാഖയെ പോലെ കളിക്കാൻ പോവാണ്. ആർ യു റെഡി? ഈശോയോടൊത്ത് നമുക്ക് കളിക്കാം, ചിരിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ചേട്ടൻ പാടിത്തരാണ്. പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് നമുക്ക് ഡാൻസ് ചെയ്യാം. ആർ യു റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഒന്ന് പാടി നോക്കി എല്ലാവരും. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി. പാട്. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി. പോരാ, എത്ര സ്വരം പോരാ, നല്ല ശക്തിയിൽ പാടിക്കേ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഓക്കെ, അപ്പൊ ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്, നോക്കിയേ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? ഒന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും. ഇനി നമുക്ക് ഒന്നിച്ച് ഹൃദയത്തിൽ കയ്യൊക്കെ അടിച്ച് ഈശോടൊത്ത് കളിക്കാം. കൈയടിക്കുക, എനർജിയിൽ.
ചിരിച്ച് സന്തോഷത്തോടെ. പോരാ പോരാ പോരാ. റെഡി? ഈശോയോടൊത്ത് കളിക്കാനും ഈശോയോടൊത്ത് ചിരിക്കാനും ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാനും നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാഖമാരായി വളർ. ഈശോയോടൊത്ത് കളിക്കാനും ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാനും നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാഖമാരായി വളരാലോ. പ്രിയ കൂട്ടുകാരെ, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഒരു സസ്പെൻസ് നിങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്. അതാണ് ഇവിടെ ഇരിക്കുന്ന ചോക്ലേറ്റ്സ്, ഒരു ഗ്ലോബിൽ കുറച്ച് റോൾ പേപ്പേഴ്സ് ഉണ്ട്, ഒരു മെമൻറ്റോ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടായി ഇപ്പോൾ ഇതെടുത്ത് നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാണ്. ഈ എപ്പിസോഡിലെ ഒരു കൊച്ചു കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട്. ഈ കൂട്ടായ്മയിലുള്ള മോളുവായോ എല്ലാവരും ഒന്ന് ക്ലാപ്പെടുത്തേ. ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയാണ്. ആരാണ് ഈ ഭാഗ്യവതി? നോറ കെൽവിൻ. നോറ കെൽവിൻ ഇല്ലേ? ഉണ്ട്. ആ, മോള് പോയിരുന്നോ? നോറ വായോ, ഒരു കൈയ്യടി കൊടുക്കാമോ? ഓക്കെ, ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് നോറ കെൽവിൻ. ഓക്കെ, ഇനി നോറ തന്നെ ഈ കൂട്ടത്തിൽ നമ്മുടെ കൂടെ കളിച്ച എല്ലാ കൂട്ടുകാർക്കും ഓരോ ചോക്ലേറ്റ്സ് കൊടുക്കാമോ? കൂട്ടുകാരെ, ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഒരു പ്രയർ നടത്താൻ പോവാണ്. നിങ്ങളൊന്ന് കൈകളൊന്ന് കൂപ്പിപ്പിടിക്കാമോ? കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഈശോയൊന്ന് മനസ്സിൽ കാണാം. ഇന്ന് ഈ സ്വർഗത്തിൽ നമുക്ക് കിട്ടിയ നന്മകൾ, ഈ സ്വർഗത്തിൽ ആനന്ദിക്കാൻ കിട്ടിയ അവസരങ്ങൾ, ഈശോയുടെ അടുത്ത് കളിച്ചു ചിരിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച എല്ലാവരും ഈശോയെ, നല്ല ഉറക്കെ പ്രാർത്ഥിച്ച ഈശോയെ, ഈ സ്വർഗത്തിൽ സന്തോഷത്തോടെ കളിക്കാനും ചിരിക്കാനും ആനന്ദിക്കാനും അനുവദിച്ചതിന് നന്ദി പറയുന്നു. മാലാഖമാരെ പോലെ നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി. ഇത്ര നേരം നമ്മൾ ഈ സ്വർഗത്തിന്റെ കളിയും ചിരിയും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ചങ്ക് കൂട്ടുകാരുണ്ട് പ്രേക്ഷകരായിട്ട്. അവർക്ക് നമ്മളൊരു ഭായ് പറയാൻ പോവാണ് എപ്പിസോഡിൽ. പ്രിയ മാലാഖ കൂട്ടം പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ എപ്പിസോഡ് സമാപിക്കുമ്പോൾ നിങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ രസക്കാഴ്ചകൾ നിങ്ങൾ കാണണം. എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ്, ഒരു കൈയ്യടി കൊടുത്ത് എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ കൊടുത്ത് ടാറ്റ, ബൈ ബൈ.